എവിടെയും യുദ്ധ ദിവസത്തിൽ പോയി. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ മുഖവരിയായിട്ടാണ് നമ്മൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഉത്ഭവത്തെ പറ്റിയാണ് ചിന്തിച്ചു വന്നത്. അതില് യാക്കോബിന് 4 സ്ത്രീകളിൽ നിന്ന് ജനിച്ച കുട്ടികളാണ് ഗോത്രപിതാക്കന്മാരെല്ലാവരും. ലേയായിൽ നിന്ന് 6 മക്കൾ ജനിച്ചു. റാഹേലിൽ കൂടി 2 പിള്ളേര് ജനിച്ചു. 2 ദാസന്മാര് ബിൽഗാ ശിൽപ, ഈ 2 മക്കൾ ജനിച്ചു. അങ്ങനെ 4 2 6 6 12 ലേയായി കൂടി ദീനായി കൂടെ ജനിച്ചു. അപ്പൊ അത് ചിന്തിച്ചു വരികയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിന്റെ 31 മുതൽ 30-ാം അധ്യായത്തിന്റെ 24 വരെയാണ് ഈ മക്കളുടെ ജനനത്തെ പറ്റി പരാമർശിക്കുന്ന ഭാഗങ്ങളല്ല. 31-ാം വാക്യം ഒന്ന് വായിച്ചു. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. അപ്പൊ അവിടെ മുതലാണ് ആ ഗർഭത്തെ തുറന്ന് 30-ാം അധ്യായത്തിന്റെ 23, 24 വാക്യത്തോടു കൂടിയാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആണ് പര്യവസാനിക്കുന്നത് തലമുറയുടെ വിഷയം. അപ്പോൾ യാക്കോബിന്റെ മക്കളെ പറ്റി എല്ലാം ആ ഭാഗത്തുണ്ട്. എന്നാണ് ഞാൻ ഓർപ്പിച്ചു നിന്നെന്ന് പറയാം. ഈ മക്കളെല്ലാം കനാൻ നാടിന് വെളിയിൽ വെച്ചാണ് ജനിക്കുന്നത്. എന്നാൽ കനാൻ നാട്ടിൽ ജനിച്ച ഒരാളുള്ള ബെന്യാമീൻ. അത് എഫ്രാത്തിലെത്താൻ അല്പം ദൂരമുള്ള പണം. നിമിഷത്തിൽ അവൻ വരുമേ, നൊടിനേരത്തിൽ ലോകം പ്രേമിച്ചിടുമേ. നിലയാത്ത നിമിഷത്തിൽ അവൻ വരുമേ, നൊടിനേരത്തിൽ ലോകം പ്രേമിച്ചിടുമേ. അതിമോദം പറന്നുയരോ പരനോടുകൂടെ അതിമോദം പറന്നുയരോ. അമ്മേ ഞാനെന്റെ കണ്ണുകളെ ഉയർത്തിയിടുവാൻ ഗിരിയിൽ ഉയരത്തിൽ അപ്പോൾ 29-ാം അധ്യായത്തിന്റെ 31 മുതൽ 30-ാം അധ്യായത്തിന്റെ 24 വരെയാണ് യോസേഫ് വഴിയുള്ള ജനനത്തെ പറ്റി പരാമർശിച്ചു. 31-ാം അധ്യായം നമുക്കറിയാം. യാക്കോബ് ലാബാന്റെ വീട് വിട്ടു പോരുകയാണ്. ഗിലെയാദ് പർവ്വതത്തിൽ എത്തിയതും ലാബാൻ പുറകെ വന്ന വിഷയമാണ് 31. 32-ാം അധ്യായത്തിൽ ഒറ്റവാക്ക് പറഞ്ഞ യാബോത്ത് കടവിന് സമീപത്ത് വെച്ച് ദൈവദൂതനുമായിട്ട് മല്ല് പിടിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ പറയാൻ നല്ലത്. ദൈവിക അനുഗ്രഹവും വിടുതലും അവിടെ വെച്ച് പ്രാപിക്കുന്നതായിട്ട് 32-ാം അധ്യായം. 33-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവര് സുക്കോത്തിൽ വന്ന് പാർന്നു. അവിടെ വായിക്കുന്നത് ഈ 32-ാം അധ്യായത്തിൽ എന്റെ ഭാഷയിൽ പറഞ്ഞ മുഴുരാത്രി പ്രാർത്ഥന നടത്തി. 32-ൽ വെളുക്കോളം പ്രാർത്ഥിച്ചു. അങ്ങനല്ലേ?
നേരം എടുത്തിട്ട് സൂര്യൻ ഉദിച്ചെന്ന്. അപ്പോൾ 25 മുതൽ വായിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. പിന്നെ ആകയാൽ അവനോട് മല്ല് പിടിക്കുകയും യാക്കോബിന്റെ തുടയുടെ തടം കുളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വിഷയം നൂതനമായിട്ട് മല്ലുപിടുത്ത് ചെറുക്കൻ ഭാഗം വായിക്കുമ്പോൾ അയ്യോ ബുദ്ധി നടത്തുകയാണോ ദൈവമായിട്ട്? അല്ല. ആ ഭാഗത്തെ പറ്റി ഹോശിയ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോടെ കരുണ അപേക്ഷിച്ചിട്ടുണ്ട്. ഹോശിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം എന്ന് വായിച്ചു. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു. അപ്പോ ഈ സംഭവം ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതാണ് 32-ാം അധ്യായം. അപ്പോൾ 32-ാം അധ്യായത്തിൽ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവിക വിടുതലിന് വേണ്ടി അപേക്ഷിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പോരാടി. നേരം വെളുത്തിട്ട് പ്രാർത്ഥന നിർത്താഞ്ഞത് കൊണ്ടാണ് ഇവന്റെ തുടരുടെ തടമൊന്ന് തൊട്ടു. പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ഭാഗം നമ്മക്കറിയാം. ഇസ്രായേൽ എന്ന് ഇനി നിന്നെ വിളിക്കും. അനുഗ്രഹമെല്ലാം പ്രാപിച്ച് മുടിജാതി പ്രാർത്ഥന കഴിഞ്ഞ് അക്കരെ കയറിയപ്പം ഈ ചിലരുടെ സ്വഭാവം, എല്ലാവരുടെയും അല്ല, ചിലരുടെ വെള്ളിയാഴ്ച പ്രാർത്ഥന കൊണ്ടൊന്നും മാറുന്നില്ല. മുടിജാതി പ്രാർത്ഥന കൊണ്ടും മാറുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം കഞ്ഞിയും വെള്ളവും കുടിക്കാതിരുന്നുകൊണ്ടും മാറുകയില്ല. സഭായത്തിന് താമസിച്ചു വന്നാലും മാറുകയില്ല, നേരത്തെ വന്നാലും മാറുകയില്ല. ഇനി മറുവശം ഇതെല്ലാം ഇതിനൊന്നും വരുന്നില്ലെന്നല്ല ചിന്ത. ആ ചിന്ത കയറി ഭരിക്കരുത്. വേറെ പുസ്തകം മൊത്തം വായിച്ചാലും സ്വഭാവത്തിന് ചിലരുടെ, എല്ലാവരുടെയും അല്ല, ചിലരുടെ. സിയോനിലെ പാട്ട് മുഴുവൻ കാണാതെ പഠിച്ചാലും സ്വഭാവത്തിന് മാറ്റം വരികയില്ല ചിലർക്ക്. അപ്പൊ ഞാൻ അധികം വിവരിക്കുന്നില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ യാക്കോബ് തന്നെയാണ്. മുടിജാതി പ്രാർത്ഥന. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കയറിയപ്പോൾ അറിവ് കിട്ടി. ഏശാവ് 400 പേരെ കൂട്ടി വരും. 33 വായിച്ചു. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി. ഏശാവും അവരോട് കൂടെ 400 ആളും വരുന്നത് കണ്ടു. ഏശാവും അവനോട് കൂടെ 400 ആളും വരുന്നത് കണ്ടു. 400 ആളും വരുന്നത് കണ്ടു. തലപൊക്കി നോക്കിയപ്പോ ഏശാവ് 400 പേരും വരും. അപ്പൊ ഈ 400 പേര് വരുന്നത് കണ്ടപ്പോ ഈ സഹോദരനെ എതിരെ ഇറക്കാനായിട്ട് പുള്ളി ചെയ്ത ആ രീതി നിങ്ങൾ ആ ഭാഗം താഴോട്ട് പിടിക്കുമ്പോൾ കാണാം. വായിച്ചു. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായി അവൻ അവരുടെ മക്കളെയും അവരുടെ മക്കളെയും മുമ്പായി ഏറ്റവും മുമ്പിൽ നടത്തും. ഏറ്റവും പറഞ്ഞുകൊണ്ട് ദാസിമാരെ ബിൽഗേശിക്കുകയും അവരുടെ പിള്ളേരെ നിർത്തി. അതിന്റെ പുറകെ കൊണ്ട് ലേയായെ അവളുടെ മക്കളെയും ആ പിള്ളേരെ നിർത്തി. പിന്നെ ഏറ്റവും പുറകെ കൊണ്ട് റാഹേലിനെ യോസേഫിനെയും ഒടുക്കമായി നിർത്തി. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നിങ്ങൾ ആ സ്വാർത്ഥത കണ്ടോ? അവൻ
ഞാൻ പറഞ്ഞു, ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ തിങ്കളാഴ്ച ഭക്ഷണം പിടിക്കുന്നതുകൊണ്ടോ വെള്ളിയാഴ്ച പ്രാർത്ഥന മസ്റ്റായിട്ട് വന്നത് കൊണ്ടോ സഭായത്തിൽ സംബന്ധിച്ചത് കൊണ്ടോ മുടിരാത്രി പ്രാർത്ഥന ഇരുന്നത് കൊണ്ടോ എല്ലാ വെള്ളിയാഴ്ച ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഞായറാഴ്ച രാവിലെ ഞാൻ കഴിക്കത്തില്ല. അതൊക്കെ നല്ല കാര്യമാണ്, തെറ്റാന്നല്ല, നല്ല കാര്യങ്ങളാണ്. ഞാൻ വെള്ള വസ്ത്രമല്ലാതെ വേറെ വസ്ത്രം ധരിക്കും, അത് വളരെ നല്ലതാണ്. മീശയെല്ലാം പഠിച്ച് ഞങ്ങൾ ആഭരണം എന്ന് പറഞ്ഞ് ഇന്ന് വരെ പെന്തിക്കോസ് വന്നിട്ട് ഉപയോഗിച്ചെടുത്തു. അത് വളരെ നല്ല കാര്യം. ഇതെല്ലാം ആണെങ്കിലും സ്വഭാവത്തിനും സ്വാർത്ഥതയ്ക്കും മാറ്റം വരുന്നത്. ഞാൻ നിങ്ങളോട് മാത്രമല്ല, ലോകമെന്ന ഏർപ്പാടുള്ള എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ഈ വലിയ പേരും പ്രശസ്തിയും വലിയ സ്ഥാനവും മാനവും ഒന്നും ലഭിച്ചില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും നമ്മള് ഓരോ രോഗങ്ങളും കഴിയുമ്പോൾ ജീവിതത്തിന് മാറ്റം. എങ്ങനെ രോഗം കൊണ്ട് പ്രയോജനം അല്ല. വെറുതെ TT എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, ടൗൺ ടു ടൗൺ TT. ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നല്ലേ, ഇപ്പൊ വേണാടൊക്കെ വന്നതുകൊണ്ട് TT. കൊട്ടാരക്കര ടു കോട്ടയം. അവനന്റെ വീട് ടു കപ്പുറം ചർച്ച, പിന്നെ വീട്, പിന്നെ വെറുതെ വണ്ടിക്കൂലി മുടക്കി ഓട്ടോയ്ക്ക് കയറി തെരുവും കൊണ്ട് യോഗത്തിന് പലരും നിങ്ങളൊക്കെ ദൈവമേ മഴയെ പിടിച്ചു വന്ന അങ്ങനെ പിന്നെ അത് എന്നോട് പറഞ്ഞു പോകണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ കൂടെ നിർബന്ധിച്ച് കൊണ്ടുവന്നു. അന്നേരം പുള്ളി പറഞ്ഞത് വേണ്ട കണ്ടോ, കുറ്റമല്ലി പറഞ്ഞത്. തീറ്റി കഴിച്ച് നടക്കുന്നതിന് നല്ലത് ഓരോ ലോകങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ മാറ്റം തരണം. സ്തോത്രം. ടിവിന്റെ മുന്നിൽ നിന്ന് പ്രസംഗം കേട്ടു, അത് കഴിഞ്ഞാണ് ഞാൻ സീരിയൽ കാണുക. ഞങ്ങളൊരു അമ്മ ഉണ്ടായിരുന്നു, എന്ത് വിഷയമാണെങ്കിലും സീരിയൽ കാണണം, എന്നാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്തോത്രം. അപ്പൊ ഈ സ്വഭാവത്തിന് മാറ്റം വേണം. ഇവിടെ യാക്കോബിന്റെ സ്വാർത്ഥത മുടിയാത്ര പ്രാർത്ഥന കഴിഞ്ഞാൽ കാട്ടായം കാണിക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ദാസിമാര് അവരുടെ പിള്ളേര്, ബിൽഗേഷ് അവരുടെ പിള്ളേര്, ഇതുങ്ങളൊന്നും അറിയുന്നില്ല. അതിനെ പ്രതി അത്ര ശോഭയുള്ള കാണാനില്ല. പുള്ളി പറഞ്ഞു, നിങ്ങളല്ല ഇവിടെ നിൽക്കാനാ ദൈവാത്മാവ്. അത് നിങ്ങളോർത്ത് കാണുന്ന നേരായിരിക്കും. അച്ഛൻ രാത്രി മുഴുവൻ പ്രാർത്ഥന, അത് മുഴുവൻ മറുഭാഷ കൈകളിയായി. രാവിലെ കാണിച്ചതിങ്ങനെ ഏറ്റവും പുറകിക്കൊണ്ട് യോസഫിൽ നിന്നത് എന്ന് പറഞ്ഞാൽ അതാ ഒരു അടിപിടി കേസ് ഉണ്ടായാൽ അതുങ്ങളെല്ലാം പോകുന്ന സ്വാർത്ഥത. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം നിങ്ങൾക്കെല്ലാം മനപ്പാഠമാണ്. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല, ആ വാക്യം മനപ്പാഠം പഠിച്ചാൽ പോരാ, എല്ലാ മേഖലയിലും ആ വാക്യം ഓർക്കണം. സ്തോത്രം. നമ്മൾ ഇരിക്കാൻ വരുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ മറ്റൊരു പുള്ളിക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രമീകരിച്ച് ഒന്നോട് വിരിഞ്ഞിരിക്കുകയല്ല. അന്നേരം ഈ വാക്യം ഓർത്തോണം. സ്തോത്രം. എന്നാലും നമ്മൾ ഓർക്കുന്നത് എന്റെ അവകാശം ഞാൻ ഒരുത്തനും, അതാണ് നമ്മളെന്നാലും പറഞ്ഞത്. ആ വാക്യം പെട്ടെന്ന് പറഞ്ഞേ, ആ വാക്യം കൈ കഴുകാൻ നമ്മൾ ചെന്നു, ഒരാളുടെ കഴുകിയാണ് അല്ല വിടന്ന് തന്നേച്ച് അവനെ കഴുകിക്കാറ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ ചിലതൊക്കെ ശ്രദ്ധിക്കും, ചില സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ വിവാഹ ശുശ്രൂഷിക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാം വിവാഹമല്ല, ഷട്ടർ കല്യാണം ആയതുകൊണ്ട് ഷട്ടർ പോകുമ്പോൾ നേരെ ഇടിച്ച് ഷട്ടർ കല്യാണമാണ്. അപ്പം പ്രായമുള്ളവരും നടക്കാനാവതില്ലാത്തവരൊക്കെ കാണും. അപ്പൊ അവരെയും കൂടെ നിങ്ങളൊന്ന് പിടിച്ച് കയറ്റി ഒന്ന് ഇരുത്തി
അതൊക്കെ ചെയ്യണം. അല്ലാതെ അങ്ങോട്ട് ചെന്ന് കുറെ അപ്പുറത്തെ സീറ്റിൽ വെച്ച് മൊബൈൽ എടുത്ത് അപ്പുറം വെച്ച് കാരണം മറ്റൊരു വരുന്നതിന് ഇന്നലെ പ്രായമുള്ള ഒരു അമ്മ, നടക്കാൻ മേലാത്തൊരു അമ്മ വന്ന് നോക്കി, അമ്മ നോക്കി ഒക്കെ ഓരോരുത്തരുടെ സ്വന്തം ഗുണമല്ല. ഞാനിതൊക്കെ ശ്രദ്ധിക്കും, ഞാൻ ചെയ്യാറുണ്ട്. നമ്മൾ ടേബിളിൽ ഇരിക്കുമ്പോൾ പ്രായമുള്ളവർ ചിലപ്പോൾ കണ്ടെന്ന് വരും, ശാരീരിക ക്ഷീണമാണ്, അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്യുന്ന കാര്യം നിങ്ങൾ വിളമ്പി കൊടുക്കണം. അവർക്ക് എല്ലാം കൂടെ വിളമ്പിടും, ചോദിക്കണം, അമ്മ ചെയ്തതല്ലേ കൂടെ വെക്കണ്ടേ. അവർക്ക് ചിലപ്പോൾ പ്രായമുള്ളവർ അല്ല, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ച് തിക്കും ബുക്കും നോക്കി വെച്ചു അത് കണ്ടന്റ് മെഴുകി അനങ്ങാതിരിക്കുക. എട്ട് പേര് നടത്തി കാറ്ററിംഗ് ആയതുകൊണ്ട് കൃത്യമായി 8 പീസ് മീനെ വെക്കുള്ളൂ, 3 പീസ് മീൻ നീ എടുത്ത്. ആദ്യമുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ചെയ്യുന്നത്. ഇതുപോലെ ആർത്തി പണ്ടാരങ്ങൾ ഒത്തിരി ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ട്. എനിക്ക് കിട്ടാത്തല്ല, വന്നിരിക്കുന്നവർ അങ്ങനെയല്ല, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സഭയിൽ പ്രായമുള്ള ഒരാൾ ആഹാരം കഴിക്കണം, അവിടെ ഇരിക്കുക, ഞാൻ എടുത്തുകൊണ്ട് ചെയ്യണം. പാസ്റ്റേഴ്സ് ഗസ്റ്റ് ആയിട്ട് വരുന്നവർ നമ്മുടെ പാസ്റ്റേഴ്സിനൊക്കെ ഉണ്ട്, അവർ കഴിക്കുന്നവരാണ് പാസ്റ്റോടേക്ക് കൊണ്ട് തരാം. എന്നാ മിണ്ടായിരുന്നില്ലേ? സ്തോത്രം. ഞാൻ ഉദാഹരണങ്ങളും കൂടെ പറയാറുണ്ട്. പാസ്റ്റോടെ ഇരുന്നാണ്ട് ഞാൻ കൊണ്ട് തരാം, അല്ല പച്ചക്കച്ചാനോട് ഇരുന്നാണ്ട് കഴിച്ച പാത്രം മേടിച്ചൊന്ന് കഴുകി വേണ്ടുന്നില്ല. സ്തോത്രം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും. നിങ്ങളുടെ ഉണർവെല്ലാം പോകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇനി പറയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സന്തോഷവും വരികയല്ല, ഉണർവും ഉണ്ടാകുക. സ്തോത്രം. അത് ഇവിടെ നല്ല പൊതുവിൽ അങ്ങനെയാണ്. സ്തോത്രം. പ്രായമുള്ള ഒരു അപ്പനോ അമ്മയോ യോഗം കഴിയുമ്പോൾ വെളിയിലോട്ടിരുന്നപ്പോൾ ചെടി വിടാനായിട്ട് ചിലപ്പോൾ കുനിയാനൊക്കെ അതിന്റെ കാല് കയറ്റിയിട്ട് അങ്ങനെ ഓടിച്ചെന്നു. എന്നാ നിങ്ങളോട് മാത്രമല്ല, എനിക്ക് ലൈവിൽ ഒത്തിരി പേരുണ്ട്, എല്ലാവരോടും കൂടി ആയി പറയണം. സ്തോത്രം. പ്രായമുള്ളൊരു അപ്പനോ അമ്മയോ വന്നു. ഇപ്പൊ അങ്ങനെ കാണില്ല, ചട്ടയും കൊണ്ട് കൊടുക്കുന്ന അമ്മമാരാണ് ചിലപ്പോൾ ഞുറിച്ചത് ചിലപ്പോൾ തെറ്റിയായിരിക്കും, അത് സഹോദരിമാരിക്കുന്നതെന്ന് പോതക്കേട് തൊള്ളമാരുണ്ട്. വേണ്ട വേണ്ട, എന്നെ ഒരുക്കുമെന്നും എന്നെ എനിക്കറിയാം, അങ്ങനത്തെ പോതക്കേട് പിടിച്ചത് കൊണ്ട് കേട്ടോ. ആ ഭാഗത്തോട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. പ്രായമുള്ളവര് അപ്പൊ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, ഇവിടെ സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. ഏറ്റവും പ്രതി ദാസിമാരെ പിള്ളേർ, അതിന്റെ പിറകിൽ ലേയായ പിള്ളേർ ഓടുകൾ കൊണ്ട് റാഹേലിനെയും യോസേഫിനെയും നടത്തി. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സ്വാർത്ഥത വരെ. സ്തോത്രം. ഏത് കാര്യം ചെയ്യുമ്പോഴും ഞാനത് ചെയ്താൽ അവർക്കത് ബുദ്ധിമുട്ടാണ്, ഞാൻ ആ കാര്യം പറഞ്ഞാൽ ആ കുടുംബത്തിനത് ബുദ്ധിമുട്ടാണ്, അവരുടെ കുടുംബ ജീവിതത്തിൽ അത് പ്രശ്നമാണ്. നമ്മുടെ അനുഭവിക്കട്ടെ, ഞാൻ കത്തിച്ച ഇവിടുന്ന് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ച് നമ്മളൊരു വാക്ക് പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടോ പ്രയാസമാണെങ്കിൽ മൗനം ദീക്ഷിച്ചോ. സ്തോത്രം. പണ്ട് സ്ഥലമൊന്നും പറഞ്ഞൊരു പള്ളിയിലെ കമ്മിറ്റികൾ വലിയ പ്രശ്നം നൽകിയാണ്, സമുദായ പള്ളിയാണ്, വളരെ പരിചയമാണ്. അതിന് നമുക്ക് വേണ്ടപ്പെട്ട അച്ഛനെ പരിചയക്കാരനാണ്. പുള്ളി നമ്മുടെ ഒരാളെ നമ്മൾ പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങി വരിക. അപ്പം ചോദിച്ചു, അച്ഛനെ ഞാൻ വീട്ടിൽ പോവാം. അവൻ പള്ളി
ഞാനൊരു മരുന്ന് വെച്ചാൽ ഇറങ്ങിയേക്കുന്നത് 5 മിനിറ്റ് കഴിയുമ്പം പൊട്ടു വന്നു. പുള്ളി കഴിക്കാൻ പുള്ളി നല്ല വെടിമരുന്ന് അവിടെ പുള്ളി പറഞ്ഞ ഡയറ ഞാൻ നല്ലൊരു വെടിമരുന്ന് അവിടെ വെച്ചേക്കാൻ ഇങ്ങോട്ട് പോകുന്നില്ല, ഞാൻ വീട്ടിൽ പോയപ്പോൾ പൊട്ടിക്കോളൂ. അങ്ങനെ വെടിമരുന്ന് വെക്കുന്ന ആൾക്കാരാണ്. സ്തോത്രം സ്തോത്രം. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി സംസാരിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ, സംസാരം, ഇടപാട്, സമീപനം, സഹവാസം മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വരുന്നെങ്കിൽ മൗനമായിട്ടിരിക്കണം, ഒഴിഞ്ഞിരിക്കണം, അകന്നു നിൽക്കണം, വളരെ സൂക്ഷിക്കണം, മൗനം വീക്ഷിക്കണം. സ്തോത്രം. അതെ, 33-ാം അധ്യായം പറയുന്നില്ല, വെറുതെ എന്തിന് ആരോഗ്യം ഉണ്ടാകും. 34-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സൈമൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദീനാചരിത, ദീന പോയ സംഭവം. ഹമോരിന്റെ മകനാകുന്ന ശേഖരന് അവളെ ബോധിച്ച് കൊണ്ടുപോയി. ദീന നാട് കാണാൻ പോയതാണ്, പക്ഷേ നാട്ടിലെ ഒരു ആഘോഷത്തിന് പോയതാണ്. വേറെ പഠിതാക്കൾ പറഞ്ഞ ആഘോഷത്തിന് പോയതല്ല, ഇവളും ആഘോഷിക്കാൻ പോയതാണ്, പറഞ്ഞ ആടാൻ പോയതാണ്. പെൺകുട്ടികളും ആൺകുട്ടികളുമുള്ള മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മതലവരം പ്രാപിച്ച് തിരുമേശ് കിടക്കുന്ന പെന്തിക്കോസ്റ്റുകാര് കൊച്ചു പെൺപിള്ളാരെ ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്, കുച്ചിപ്പുള്ളിക്കും ഭരതനാട്യത്തിനും വിടരുത്. അങ്ങനെ അതിനോട് ബന്ധപ്പെട്ട പലതുണ്ടല്ലോ. സ്തോത്രം. പാടും പിള്ളേർക്ക് അറിയത്തില്ല. പിള്ളേർ ചിലപ്പോ പറയും, അയ്യോ മിസ് പറഞ്ഞ് നീ അത് ഉടുത്തൊരുങ്ങി നിന്ന ഈ ക്ലാസ്സിൽ ഏറ്റവും മെച്ചം പറഞ്ഞ അത് കുഞ്ഞിലേ അവരെ പറഞ്ഞ്. സ്തോത്രം. ആടാനും ആ വിധത്തിലുള്ള ആട്ടത്തിനും ചാട്ടത്തിനും ഒന്ന് പിള്ളേരെ കണ്ണെഴുതി പൊട്ടുമൊക്കെ തൊട്ട്. ഞാൻ കണ്ടില്ല, കണ്ടവരെന്നോട് പറഞ്ഞതാ. അത് പിന്നീട് അതിന്റെ പരമാർത്ഥമാണ്. പെന്തിക്കോസ്റ്റിലെ പാസ്റ്ററുടെ മകളെ കളരിപ്പയറ്റ് പഠിപ്പിച്ചു. അതിന്റെ അരങ്ങേറ്റം അവളെ ചുരുക്കി. ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല. ഇവിടെ ഞായറാഴ്ച സഭയെ വരേണ്ടതാണ്. അതിനെ ചുരുക്കിയായിട്ട് സഭ നിങ്ങളെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞത്. പ്രഗത്ഭനായ ഒരാളെ മോടെ കാര്യമായി പറഞ്ഞു. അപ്പൊ കണ്ട ആള് പറഞ്ഞ, അച്ഛാ ഉണ്ണിയാർച്ച കെട്ടുമൊക്കെ കെട്ടിയ ഉണ്ണിയാർച്ച കെട്ട് പുരാണ കഥകളിൽ ഉണ്ണിയാർച്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ സാറായി കെട്ടി മാത്രവും ഉണ്ണിയാർച്ച വടക്കം വീര കഥയാണ്. എന്റെ വല്യമ്മച്ച് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അജമാണം മേലെ ഉണ്ണിയാർച്ച ഉണങ്കാലി ഞങ്ങുറക്കവുമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടുവെന്ന് ഉണ്ണിയാർച്ചു. ഉണ്ണിയാർച്ച കെട്ടുമല്ല കെട്ടി നടുറോഡിൽ വലിയ സ്റ്റേജ് ഇട്ട് ലോകം മുഴുവൻ കാണുക. ഭാഷണമാണ്, ഭദ്രദീപമൊക്കെ കൊളുത്തി. അപ്പൊ അതിന്റെ പിന്നണിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ വാദ്യമേളങ്ങളെല്ലാം അതിലായിട്ട് അവളത് താവ് കൊടുത്ത് ചുരുക്കിയായിട്ട് ഇത് കൂടുതൽ നീ അതപ്പതിക്കാൻ. സ്തോത്രം. ഇപ്പൊ നിങ്ങൾക്ക് ചിന്ത ഏത് പാസ്റ്റർ മോളാണ്? പക്ഷെ അതറിഞ്ഞില്ല എനിക്ക് മുടക്കം വരും. അങ്ങനെ ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക വന്നാൽ വേറെ ആരോടും പറയത്തില്ലെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ നോക്കട്ടെ പറയാവുന്നു. വാസ്തവം ഇപ്പം ജീവിച്ചിരിക്കൊണ്ട് മോളും ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. പാടില്ല. ഞാൻ അവരെ വിധിച്ചതല്ല, ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ദൈവകൃപയിലും വളർത്തണം. കുഞ്ഞുങ്ങളെ സെക്യുലർ പഠിത്തം
അത്യാവശ്യമായി ഈ കാലയളവിൽ അതിലും അത്യാവശ്യമായ ആത്മീക പഠിത്തം. പിള്ളേര് ചില ഡ്രസ്സ് എടുക്കാൻ നിർബന്ധിക്കുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ നമ്മൾ പെന്തിക്കോസിലാ, നമുക്കിത് അമ്മ പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികൾ അതുപോലെ ചില ഡ്രസ്സ് യോഗ്യമല്ലാത്തത് വരിക്കും മോനെ നമ്മൾ പെന്തിക്കോസുകാരായത്, നിന്റെ അപ്പൻ സഭയിൽ വാക്യം വായിച്ചു കൊടുക്കുന്നയാളാ, പാട്ട് പാടുന്നയാളാ, പ്രാർത്ഥിക്കുന്നയാളാ, നിന്റെ അമ്മ വാക്യം വായിച്ചു കൊടുക്കുന്നയാളാ, പാടുന്നയാളാ, പ്രാർത്ഥിക്കുന്നയാളാ, അല്ലെ നിന്റെ അപ്പൻ പാസ്റ്റർ, നിന്റെ വല്യപ്പൻ പാസ്റ്റർ, നമ്മുടെ സുവിശേഷ വേലക്കാരാ. ചിലപ്പോ പിള്ളേരുടെ മുഖമൊക്കെ ആകുമ്പോൾ പാടും വീർക്കും. അതിപ്പോഴത്തേ ഉള്ളൂ. നീ കെട്ടടിച്ച് വിട്ടാൽ പിന്നെ ആയുസ് മുഴുവൻ നിന്റെ മുഖം മാറും. നീ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ മുഖം പാടുന്ന കണ്ട് അയച്ചു കൊടുത്താൽ കുഞ്ഞിനെ കണ്ടാലും സന്തോഷമായിരിക്കും. പക്ഷെ അവർക്ക് അല്പം കഴിഞ്ഞ് ഒരു 25 കഴിയും, അവർക്ക് 25 വയസ്സ് കഴിയുമ്പോ പിന്നെ നിന്റെ ആയുസ് മുഴുവൻ നീ തിണ്ണ വാടിയിരിക്കേണ്ടി വരും. നമ്മള് എന്നെ ചോദിച്ചാ എന്തിനാ ജീവിക്കണമെന്ന് പോലും രാവിലെ വല്ലതും കഴിച്ചോ? കുറച്ച് ദിവസമായിട്ട് എനിക്ക് വിശപ്പില്ല മാസ്റ്റർ. എന്നാ ഷേവ് ഒന്നും ചെയ്യാം? എന്തിനാ ഷേവ് ചെയ്യുന്നത്? എനിക്കിപ്പോ ജീവിക്കണമെന്നേ. ഈ ഓർക്കാനാ 25 കൊല്ലം മുമ്പ് പാടിയതാ, ജീവൻ വച്ചിടും. ആ ഓർക്കാൻ ഇപ്പൊ എന്ന് പറയാ. കാരണം കുറച്ചും പിള്ളേർ കാണാൻ വഴിവിട്ട് അന്ന് പിള്ളേരുടെ മുഖം നോക്കിയത് കൊണ്ട് അയവ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ജോർജ മാടിയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സത്യത്തിൽ നമ്മുടെ പിള്ളേരെ കുഴപ്പടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണമായി പറഞ്ഞു തരുന്നത്. 4 മണി വിട്ട് സ്കൂളിൽ, ഇപ്പൊ സ്കൂൾ തുറന്നല്ലോ, ഓപ്പൺ ആയില്ലോ. സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കാത്ത നമ്മുടെ അളവിൽപ്പെടാത്ത ഒരു പെൻസിലോ തൂക്ക് റബ്ബറോ ഒരു സ്കെയിലോ കോമ്പസോ എന്തെങ്കിലും കൊണ്ട് ചോദിക്കണത് എവിടുന്നാണ് ചോദിക്കണം. അവൾ ചിലപ്പോ അവള് പറയുന്നത് കൂട്ടുകാരുടെ, ഏത് കൂട്ടുകാരുടെ, ആ കൂട്ടുകാരന്റെ നമ്പർ ഇല്ല, എന്റെ വീട്ടിലെ നമ്പർ വിളിച്ചു ചോദിക്കട്ടെ, ക്ലിയർ ആണ്. ചിലപ്പോ തൂക്ക് റബ്ബറായിരുന്നു. ഇന്ന് നീ അത് കണ്ണുമായിട്ട് നെയ്താൽ നാളെ അവൻ കോമ്പസുമായിട്ട് വരും. പിറ്റേന്നാണ് അവന്റെ ബോക്സ് മോട്ടിച്ചോണ്ട് വരും. അതിന് പിറ്റേന്ന് ടീച്ചറുടെ പേഴ്സ് പഠിച്ചോണ്ട് അങ്ങനെ അല്ല ഒറ്റ രീതിക്ക് സെക്രട്ടറിയേറ്റ് മോട്ടിക്കാണോ? അല്ല, തൂക്കറപ്പല്ല ഉടനെ. സ്തോത്രം. ഒടുവിൽ പിന്നെ അപ്പനും അമ്മയും പൂജപ്പുരയുടെ അവിടെ പോയി നിൽക്കേണ്ടി വരും. ചെറിയ എഴുത്തേം കൂടെ തോന്നിയാണ് തോന്നുന്നു. മനസ്സിലായി? ആർക്കും വരാതിരിക്കട്ടെ, ഒരു കുടുംബത്തിൽ പോലും ദോഷം വരാതിരിക്കട്ടെ. ഞാൻ മുന്നേ കാര്യങ്ങളുണ്ട്. സ്തോത്രം. അപ്പൊ ശാസിക്കണം, ശിക്ഷിക്കണം. ശാസിച്ച പോലെ ശാസിച്ച് അമർത്തണം. സ്തോത്രം. ഞാൻ മാതാപിതാക്കളോട് പറയുന്നത് കുഞ്ഞുങ്ങളെ എപ്പോഴും തല്ലുകയും ചെയ്യും. ചുമ്മാ കൊച്ചുങ്ങളെ തടഞ്ഞ ആകാം, കൊച്ചുങ്ങളെ പേടിക്കും. തല്ലരുതെന്നല്ല, തല്ലേണ്ട സമയത്ത് തല്ലണം, ലാളിക്കേണ്ട സമയത്ത് ലാളിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. സ്തോത്രം. സ്തോത്രം. ഞാന് ചില കാര്യങ്ങൾ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നൊക്കെ പറയാറുണ്ട്. എന്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. എന്റെ ഫാദർ, അവര് 3 ആണുങ്ങളാണ്. വല്യമ്മച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ സംസാരിച്ചു. അതിനു മുമ്പ് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറയും, എന്റെ ആൺപിള്ളേരെ 3 പേരെ ഞാൻ ഈർക്കയിൽ പോലും ഇവിടെ കഴിച്ചിട്ടില്ല. അടിക്കേണ്ടതായിട്ട് വന്നില്ല. അടിക്കരുതെന്നല്ല, അടിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അമ്മച്ചി പറയാൻ അടിച്ചിട്ടില്ല. പക്ഷെ അവര് എന്റെ ഫാദറും ഉപ്പാപ്പന്മാർ 2 പേരും മരിക്കുന്നത് വരെ അവര് കുടുംബമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാന്ന് അമ്മയായിട്ട് എന്തെങ്കിലും തീരുമാനിക്കും. ഞങ്ങളുടെ അമ്മയൊക്കെ ഭാഗം ഉണ്ടാക്കും.
ഉപ്പാവന്റെ ഭാര്യ അവര് ശ്രദ്ധിക്കത്തേ ഇല്ല. അപ്പനില്ലാതെ വളർത്തിയ അമ്മ പറയുന്നത് പോലെ പോകുന്ന നന്ദി പറഞ്ഞത്. പക്ഷേ അതുപോലെ എൻ്റെ ഉപ്പാപ്പിനെ അടുത്ത സമയത്താണ് മരിക്കുന്നത് വരെ ഇളയ ഉപ്പാപ്പിന്റെ എന്നും രാവിലെ വെച്ചിട്ടുണ്ട്. എന്നും നടന്നു വരാനുള്ള ദൂരമുള്ളൂ. എന്നും ഞാൻ എന്നാണ് പറഞ്ഞത് സന്ദർഭം എന്നുള്ളത് പറയാമോ? ബുദ്ധിമുട്ടല്ലേ, ദാരിദ്ര്യത്തിലുള്ള കാലമാണ്. അപ്പൊ ചിലപ്പം വൈകിട്ട് കഞ്ഞി അത്താഴം വെച്ച് കഴിയുമ്പം ചില ദിവസങ്ങളിൽ നേരം വിളക്കുമ്പം രാവിലത്തേക്ക് ചിലപ്പോൾ ഒന്ന് കണ്ടെന്ന് വരികയാണ്. എപ്പോഴും ഒരുപോലെ അല്ലല്ലോ, പണ്ടല്ലേ എത്രയോ കൊല്ലം മുമ്പിലത്തെ കാര്യമാണ്. അപ്പോൾ വെല്ലുമച്ചി പറഞ്ഞ അറിവാണ്. അപ്പൊ തലേ നടത്താൻ പുള്ളിക്കാരൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. അവർക്ക് കൊല്ലാൻ കൊടുത്ത് മക്കൾക്ക് കൊല്ലാൻ കൊടുത്തിട്ട് ഈ വെല്ലുമച്ചി